പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന 3 പേരുടെയും പുറത്തെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആളെയും ഇപ്പോൾ കട്ടപ്പന നഗരസഭ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. എങ്കിൽ പോലും നമുക്കറിയാവുന്നതുപോലെ ശുചിമുറി മാലിന്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ വിഷപ്പുക ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ എത്രത്തോളം നേരം, എത്ര മണിക്കൂറോളം നേരം, അല്ലെങ്കിൽ ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം അവർ കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 20 മിനിറ്റിന് ശേഷമാണ് ഈ ഹോട്ടലിന്റെ അധികൃതരായിട്ടുള്ള ജീവനക്കാരായിട്ടുള്ള ആളുകൾ ഇവരുടെ പ്രതികരണം ലഭിക്കാതെ വന്നു എന്നുള്ളവർക്ക് മനസ്സിലാക്കുകയും പിന്നീട് അവർ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അവിടെ എത്തുമ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് കൂടി ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ ഇത് ശുചിമുറി മാലിന്യം, ഒരു വലിയ ഹോട്ടലിലെ ശുചിമുറി മാലിന്യം വരുന്ന ഒരു മാൻഹോളാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വിസ്തീർണത്തിലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ്, അത് വൃത്തിയാക്കുന്നതിന് ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്ത് തന്നെയായി കട്ടപ്പന നഗരസഭയുടെ ഓട പോകുന്നുണ്ട്. അതിലേക്ക് പോകാതെ ഒരു പക്ഷേ അത് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഒരു പക്ഷേ ക്ലീൻ ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇറങ്ങിയത് എന്നുള്ളതാണ്. ഈ രാത്രി കാലത്തിലാണ് അത് ഇറങ്ങുന്നത്. അത് ഒരു പക്ഷേ ആ പ്രദേശത്ത് വലിയ വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഗന്ധം വ്യാപിക്കാതിരിക്കാനൊക്കെയുള്ള നടപടികൾക്ക് വേണ്ടിയാണ് അത്തരം നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഒരു ദാരുണമായ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 3 പേരാണ് ഇതിൽ കുടുങ്ങുകയും 3 തമിഴ്നാട് സ്വദേശികളാണ്, തൊഴിലാളികളാണ് ഈ മാൻഹോളിൽ കുടുങ്ങുകയും അവരെ പിന്നീട് ഇപ്പോൾ 3 പേരെയും പുറത്തെത്തിച്ചിട്ടുണ്ട്. അവരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് ജീവൻ രക്ഷാ സംവിധാനങ്ങളുമായി അവർ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുറത്തെത്തിച്ച ആളുകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരം നിലവിൽ ലഭ്യമാണോ? ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. കാര്യം അത് ആശുപത്രിയിൽ സ്വാഭാവികമായി ആശുപത്രി നടപടികളുമായി ബന്ധപ്പെട്ട് നമുക്കത് അറിയാൻ കഴിയുകയുള്ളൂ. ആശുപത്രിയിലെ ഡോക്ടർമാർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രാഥമിക ചികിത്സ നൽകുന്നവർ എന്ത് പറയുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് ലഭിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ 3 പേരെയും പുറത്തെത്തിച്ചു. അവരെ ആശുപത്രിയിലേക്ക് അവർ മാറ്റുകയാണ്. ആ അടിയന്തര സാഹചര്യത്തിൽ തന്നെയുള്ളൊരു ഇടപെടൽ തന്നെയാണ് അഗ്നിരക്ഷാസേന നടത്തുന്നത്. അപ്പോൾ അവരെ അവിടെ എത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മെഡിക്കൽ ശുശ്രൂഷകൾ ആവശ്യമാണ്. ആ ശുശ്രൂഷകൾക്ക് ശേഷമേ ഡോക്ടർമാർ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയുള്ളൂ. സോന.